നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ വിധി വരികയും ദിലീപ് അടക്കമുള്ളവരെ കോടതി വെറുതെ വിടുകയും ചെയ്തില്ല. അതിലൊരു പ്രതികരണം എന്താണ്? അതിൽ കോടതി വിധികളോട് പ്രതികരിക്കാൻ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്ത ഒരു MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും കോടതി വിധിയെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ആ കോടതി ആ വിധിയെ അനുസരിച്ച് അതിന് കീഴ്ക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണല്ലോ അതിൻ്റെ നിയമവശം. അല്ലാതെ കോടതി വെറുതെ വിട്ടാലും ശിക്ഷിച്ചാലും അതിനകത്ത് ഇടപെടലും നമുക്കില്ല. അതിൽ നമ്മുടെ അടുത്ത മുമ്പിലുള്ള റോൾ എന്താണ്? സർക്കാരിന് മുമ്പിലുള്ളതെന്ന് വെച്ചാൽ ആ കോടതി വിധി എന്തായാലും ആ കോടതി വിധി എന്ത് തന്നെയായിരുന്നാലും ഒരു അപ്പീൽ ഉറപ്പാണ്. ഇപ്പോൾ വന്ന വിധിയാണെങ്കിലും മറിച്ചൊരു വിധിയാണെങ്കിലും അപ്പീൽ ഉറപ്പാണ്. അപ്പോൾ വിധി പറയാനുള്ള അധികാരം ജഡ്ജിനാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ജഡ്ജിൻ്റെ തീരുമാനം അവസാനത്തേതാണ്. അപ്പോൾ എനിക്കെതിരെ ഒരു കേസ് വന്നു, ജഡ്ജി ഒരു വിധി പറയാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജഡ്ജി മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ ശിരസാ വഹിക്കുക മാത്രമേ പറ്റുള്ളൂ. കോടതി വിധികളെ ശിരസാ നമിക്കുക. അപ്പീൽ പോകുന്നതായിട്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാരാണല്ലോ ഫൈറ്റ് ചെയ്തത്, സർക്കാരാണല്ലോ പ്രോസിക്യൂഷൻ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അതിനൊരു വിചാരിച്ച പോലെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പീൽ പോകും, ഉറപ്പല്ലേ. അതിനിപ്പോൾ രണ്ടായാലും അപ്പീൽ പോകില്ല. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ, ഈ മാധ്യമങ്ങൾ ഉദ്ദേശിച്ച പോലെ വിധി വന്നാൽ അപ്പീൽ പോയിരിക്കും. അപ്പോൾ അവർ അപ്പീൽ പോകും, ആരായാലും അപ്പീൽ പോകും, അപ്പീൽ ഉറപ്പല്ലേ. സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് സർക്കാർ പറഞ്ഞിരുന്നത്. സിനിമ വേറെ അതെൻ്റെ ജോലിയാണ്. മന്ത്രി MLA എന്നുള്ള പണി എൻ്റെ സർവീസാണ്. അതിലും വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ശാഖയാണ്. അതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ്, ഇതെൻ്റെ സേവനമാണ്. ഇത് തമ്മിൽ രണ്ട് കാഴ്ചപ്പാടാണ്. സിനിമയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. സിനിമയുമായിട്ടോ സിനിമാ രംഗവുമായിട്ടോ ഈ ക്രൈമിന് യാതൊരു ബന്ധവുമില്ല. 3/4 വർഷവും സർക്കാർ പറഞ്ഞത് അവൾക്കൊപ്പമാണ്, അതിജീവിതക്കൊപ്പമാണ്. ഇപ്പൊ കോടതി വിധി വന്ന സമയത്ത് ഒരു നീതി ഉറപ്പായി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കോടതി വിധിയിലും സർക്കാരിന് ഇടപെടാൻ പറ്റത്തില്ല. കോടതി വിധി പറയുന്നത് ജഡ്ജിൻ്റെ മുമ്പിലെത്തുന്ന കടലാസിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ഒരു ഡിസ്ക്രിഷണറി പവറുണ്ട് ജഡ്ജിന്, ഏത് ജഡ്ജിനും. ആ ജഡ്ജി പ്രഖ്യാപിക്കുന്ന ജഡ്ജ്മെൻറ്റ് എന്താണെങ്കിലും അതിനെ ശിരസ വഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. നമ്മുടെ ഭരണഘടന ഏതാണ്, നമ്മുടെ നിയമവ്യവസ്ഥ ഏതാണ്. പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പീൽ പോവാം. അല്ലാതെ ജഡ്ജിനെ പറ്റി പറയാനോ ജഡ്ജിൻ്റെ വീക്ഷണത്തിൽ പോരായ്മ ഉണ്ടായോ? അതൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. ഞാൻ അന്വേഷിച്ച ഉദ്യോഗസ്ഥനല്ലല്ലോ. അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കല്ലേ അത് പറയാൻ പറ്റത്തുള്ളൂ. കോടതിയിൽ എന്ത് കണ്ടു, ജഡ്ജി എന്ത് തീരുമാനിച്ചു എന്നുള്ള കാര്യം വിധി വരുമ്പോൾ, വിധി പൂർണ്ണമായി കിട്ടുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഒരു ജഡ്ജ് ഒരു വിധി എഴുതുമ്പോൾ അതിന് മുകളിൽ കോടതികളുണ്ടെന്ന് ജഡ്ജിനും അറിയാം, പരിശോധിക്കപ്പെടും എന്ന് ജഡ്ജിനറിയാം. അപ്പോൾ അങ്ങനെ എഴുതുന്ന ജഡ്ജിമാരല്ല നമ്മുടെ ജഡ്ജിമാർ. നമ്മുടെ കേരളത്തിലെ ജഡ്ജിമാരെന്ന് പറയുന്നത് വളരെ, നമുക്ക് മറ്റുള്ള സംസ്ഥാനത്തെ കാര്യം അറിയത്തില്ല, ഇവിടെ വളരെ ജെന്യുവനായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ അത് ശിരസ വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ മാന്യത. വേറെ എന്ത് മാർഗ്ഗമാണുള്ളത്? അധിക്ഷേപങ്ങൾ പറയാനൊന്നും എന്നെ കിട്ടത്തില്ല, അതിനൊന്നും അധിക്ഷേപം പറയാൻ കിട്ടത്തില്ല. കോടതി പറഞ്ഞു, കോടതി പറഞ്ഞതിനെപ്പറ്റി ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് മുകളിലത്തെ കോടതിയിലേക്ക് പോകണം. അവിടെയും അതിനെ ചോദ്യം ചെയ്യാനും അതിന് ഉത്തരം പറയാനും അധികാരം മേൽക്കോടതിക്ക് മാത്രമേ ഉള്ളൂ. അവിടെ മന്ത്രിക്കും MLAക്കും നാട്ടുകാർക്കൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ UDF കൺവീനർ രാവിലെ പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി, കോടതിയിൽ നിന്ന് അത് കിട്ടിയതിൽ സന്തോഷിക്കുന്നു എന്നാണ് വ്യക്തിപരമായി. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് ഞാൻ എന്താ പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമില്ലയോ? നമുക്കെല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അദ്ദേഹം സംസാരിക്കണമെന്നോ, അദ്ദേഹം ഉദ്ദേശിക്കുന്നതൊക്കെ ഞാൻ സംസാരിക്കണമെന്നോ പറയാൻ പറ്റത്തില്ല. അതെന്തെങ്കിലും പറഞ്ഞു കിട്ടും, അത് കുഴപ്പമില്ല. അമ്മയെ തല്ലിയാലും 2 അഭിപ്രായമായിരുന്നു പണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയെ തല്ലിയാൽ 5 അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും അഭിപ്രായം പറയുന്നില്ല. ഈ മേഖലയിൽ നിന്നുള്ള ആൾ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു അഭിപ്രായം എന്താണ്? എന്തിനാ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആ മേഖലയും തമ്മിലൊരു ബന്ധമില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മന്ത്രിയും MLA ആയിട്ടാണ്, ജനങ്ങളുടെ കൂടെയാണ്. അതിലൊന്നും വെറുതെ ചോദിച്ചാൽ ഞാൻ ഒന്നും കിട്ടിയില്ല.